ഖുർആനാണ്. അസ്ബിറത്തും മിൻ ദഹബിൻ, ഇവരുടെ കൈവശം സ്വർണത്തിൻ്റെതാകുന്ന വളയില്ലേ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും പരിശുദ്ധമായ ദീനിൻ്റെതായ ദഅവത്തുമായി ഫിർഔനിൻ്റെതാകുന്ന അകത്തളത്തിലേക്ക്, അവന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, സ്വർണത്തിന്റെ വള എന്തേ ഇവരുടെ കൈവശമില്ലാത്തത്? ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് സമ്മതം നൽകിയത്, എന്നെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്? ഈ രീതിയിൽ അധർമ്മം വാഴ്ത്തിക്കൊണ്ട് ഏറ്റവും വലുതാകുന്ന സവർണ വേദാപിത്തത്തിന്റെ ഉടമയായി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിച്ച് ഭരിച്ചവനായിരുന്നു ഫിർഔൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതിലുള്ള ഒരു വിഭാഗങ്ങളെ, പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ തളച്ചിടുകയാണ്. അവർണരായ ആളുകള്, മോശപ്പെട്ടതാകുന്ന ആളുകള്, സമ്പത്തിൽ ഉത്തുംഗതയിലേക്ക് ഒരു നിലയ്ക്കും എത്താത്തതാകുന്ന പാവങ്ങള് അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചിരുന്നു ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന കുട്ടികൾ ആൺകുട്ടികളാണ് ജനിച്ചതെന്നറിഞ്ഞാൽ തനിക്ക് എതിരായി കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആൺകുട്ടി കടന്നു വരുമെന്ന് ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ പ്രവാചകരെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കുകയാണ്. ആയിരക്കണക്കിന് മക്കളെ കൊന്നൊടുക്കുകയാണ്. ആൺകുട്ടികൾ ജനിച്ചു വീണാൽ അവരെ പച്ചയോടുകൂടി കത്തിക്കുകയാണ്. അവരുടെ തല കൊയ്തെടുക്കാനുള്ള ഓർഡറാണ്. ആ നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്, അറുകുല നടത്തുകയാണ്, അറുത്തുകളയാണ്. കഴുത്തറത്തങ്ങ് കൊന്നേക്കാൻ പറയും ചെറിയ കുട്ടികളെ. ജനിച്ചു വീണതുള്ളൂ, ആൺകുട്ടിയാന്നറിഞ്ഞാൽ എനിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടിട്ട് കുട്ടികളെ അറുത്തൂല്ല. ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ പറയാ തീർന്നില്ല. സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നുണ്ട്, പക്ഷേ അവർക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല, അവരോട് യാതൊരുവിധ മമതയുമില്ല. അവരുടേതാകുന്ന മാനത്തിന് വില പറയാൻ, സമ്പത്ത് കൊടുത്തിട്ട് മാനത്തിന് വില പറയാൻ അതിന് ചെറുപ്പക്കാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്നു. അവന്റെ തന്നെ പട്ടാളങ്ങളെ, അവന്റെ കിങ്കരന്മാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടാൻ 10,000-കണക്കിന് പട്ടാളം. ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കിയവൻ അവനാണ്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അവൻ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. അല്ലാഹു പറയാൻ അവനേക്കാൾ വലിയ ഫസാദ് വേറെ